ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ് മൈൻക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു ലോഡിംഗ് ആണ് ചെറിയ. അപ്പോൾ ലോഡിങ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇപ്പോൾ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ലോഡിങ് ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ മൈൻക്രാഫ്റ്റിന്ന് വരും. ഓക്കെ, ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ മൈൻക്രാഫ്റ്റ് എന്തായാലും നമ്മൾ ഇതിൽ മൈൻക്രാഫ്റ്റ് ലേറ്റസ്റ്റ് ആട്ടോ, വേറെ പറഞ്ഞ പോലെ മൈൻക്രാഫ്റ്റ് ലേറ്റസ്റ്റ്. ഇത് നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പ്ലേ സ്റ്റോറിൽ നിന്നല്ല, നമ്മുടെ ഗൂഗിൾ ക്രോം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. ഓക്കെ, ഓൾ ഇൻ വൺ മൈൻക്രേ എന്നാണ് എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിൻ്റെ പേര്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഏതാണ്? ഇത് നമ്മുടെ ഡാം ഓപ്പറേറ്റ് ഏരിയ. അപ്പോൾ അത് പറയുമ്പോൾ നമുക്കൊരു ഡാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഡാമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡോറുണ്ടല്ലോ, ഹാങ് ഉണ്ട് കേട്ടോ ഒത്തിരി. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടെ, ഈ ഒരു മൈൻക്രാഫ്റ്റ് ലേറ്റസ്റ്റ് ഫ്രീ ആയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഡോറ് തുറന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇറങ്ങാം. ഡോർ അടയ്ക്കുന്നുണ്ട്. ഇനി എന്തായാലും നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മേലോട്ട് പോവാം. ഓക്കെ, എൻ്റെ ഡാം ഇതാണ് എൻ്റെ ഡാം. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ വ്യൂ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എൻ്റെ 26 ഷട്ടറുള്ള എൻ്റെ ഡാം എന്ന് പറയുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഏകദേശം ഒരു ദിവസം വെച്ചിട്ടാണ് ഈ ഡാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഓക്കെ, 26 വെള്ളം വരുന്ന ഒരിത്. ഓക്കെ, ഇവിടെ ഒരു സംഭവം ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഷട്ടേഴ്സ് ഒന്ന് അടിച്ചു തരാം. ഷട്ടർ. ഓക്കെ, അപ്പോൾ ഷട്ടർ ക്ലോസ് ചെയ്യാൻ മാത്രമേ നമുക്ക് ആ ഒരു ഷട്ടർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല, അടയ്ക്കാൻ. ഇപ്പോൾ ഇത് തുറന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു വോളിയം ഒന്ന് കൂട്ടട്ടെ ഞാൻ. അപ്പോൾ വോളിയം ഞാൻ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഷട്ടർ ഇത് നമ്മുടെ 9 ഷട്ടേഴ്സിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റത്തെ ഈ ഒരു ഷട്ടർ എന്ന് പറഞ്ഞാൽ 3 ഷട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റത്തെ ഷട്ടറിന് ഓപ്പൺ ആക്കി വിടണം. ഓക്കെ, ഓപ്പൺ. അപ്പോൾ അവിടെ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ അതാണ് ഇതിന് വേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഇപ്പോൾ 9 ഷട്ടേഴ്സ് ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമ്മുടെ 13 ഷട്ടേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ഷട്ടർ. പിന്നെ 7 ഷട്ടേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ഷട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഷട്ടേഴ്സും നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പുറത്തോട്ട് പോവാം. ഇവിടെ ആരോ ഉണ്ടല്ലോ. നീ എൻ്റെ ഡാമിന് വരുമോ? എൻ്റെ ഡാമിക്ക് അപ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ കൊന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഡോർ വെച്ചിരിക്കുന്നത് അതാണ്. പക്ഷെ നമ്മുടെ അനുവാദം ഇല്ലാതെ ആർക്കും ഇങ്ങോട്ട് പോകാൻ സാധിക്കില്ലാണ്ട് പിന്നെ കുഴപ്പമില്ല. ഇവിടെ സോംബികളൊക്കെ തീ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ എല്ലാ ഡാമും ഇപ്പോൾ ക്രോസ് ചെയ്യുന്നുണ്ട്. അവിടെ എന്താ ചെറിയൊരു ലീക്ക് ഉണ്ട്. അപ്പോൾ ആ ലീക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ബക്കറ്റ് ഉണ്ട്. ആ ബക്കറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അൺഫില്ലാക്കാം. ഓക്കെ, ഇതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി, അപ്പോൾ എല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്യുന്നേരം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ അൺഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, നമ്മളിതാ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ അന്ന് ഞാൻ ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ഈ ഫില്ലിങ്സ് കാരണമാണ്. പിന്നെ ഒരു ദിവസം ഒരു ലീക്ക് വന്നിട്ട് നമ്മൾ മാറ്റിയതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡാം ഓപ്പറേറ്റ്സ് ഏരിയയിൽ ഒന്നും കൂടി പോകണം. ഡാം ഓപ്പറേറ്റ്സ് ഏരിയയിൽ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ പോയിട്ട് നമുക്ക് എല്ലാ ഷട്ടേഴ്സും ഒന്ന് ഓപ്പൺ ചെയ്യണം. നമ്മുടെ ഇതിൽ പറയുകയാണെങ്കിൽ ക്ലോസ്, അങ്ങനെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇവിടെ നമുക്ക് മാത്രമേ വരാൻ പാടുള്ളൂ. അതുകൊണ്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോൾ വരാത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് മേലോട്ട്. ഓക്കെ, നമ്മളങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി വാട്ടറൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്, അതൊക്കെ വേറെ ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാ ഷട്ടേഴ്സും ഇതുപോലെ തുറക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മളിതാ നമ്മുടെ ഷട്ടേഴ്സൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ വാട്ടർ ഫില്ല് ചെയ്യണം. അപ്പം നല്ല മഴയാണ്, സെക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. വില്ലേജസിനൊക്കെ എങ്ങനെയും നമുക്ക് മാറ്റാം.
ഇവിടെ വാണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി വാട്ടർ ഫില്ല് ചെയ്യണം. അപ്പോൾ വാട്ടർ ഫില്ല് ചെയ്യുന്നത് നമ്മുടെ നേരത്തെ അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ വാട്ടർ ബക്കറ്റ് എടുത്തതിന് ശേഷം ഓരോന്നിങ്ങനെ ഫില്ല് ചെയ്യുക. നല്ലൊരു ചെറിയൊരു മെക്കാനിസത്തിലാണ് ഞാൻ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ വാട്ടർ വരില്ല. നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു പിസ്റ്റം വെച്ചിട്ടാണ് 26 പിസ്റ്റം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഫില്ല് ചെയ്യണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളങ്ങനെ എല്ലാം അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മൈൻകാർട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് അടുത്ത നല്ല മഴയാണ്. അതുകൊണ്ട് നമുക്ക് അലേർട്ട് പ്രഖ്യാപിക്കണം. അവിടെ അതാ അലേർട്ട് സെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഇത് ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു ഡിസൈനിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ അലേർട്ട്സ് സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റെഡ് അലേർട്ട് ഉണ്ട്, പിന്നെ ഓറഞ്ച് അലേർട്ട് ഉണ്ട്, പിന്നെ നമ്മുടെ യെല്ലോ അലേർട്ടും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് യെല്ലോ അലേർട്ട് ബെല്ലടിക്കാം. ഉണ്ടോ, ഇതുപോലെ ബെല്ലടിക്കണം. ഓക്കെ, അപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ എല്ലാ വില്ലേജസും പോവും. അപ്പോൾ അടുത്തായിട്ട് കാണിച്ചതാണ് നമ്മുടെ മുസ്ലിംസ് നമ്മുടെ കഅബ എന്ന് പറയുന്നത്. കഅബ. അപ്പം നിങ്ങൾക്ക് ദുബായിട്ട് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം. വെറുതെ പറഞ്ഞ ഡേയ്സ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് എത്ര കഅബ ഉണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഇവിടെ റെയിൽവേ ഇതുണ്ട്. ഇതിൻ്റെ ഈ ഡാമിൻ്റെ മേലെ തന്നെ ആയിട്ടാണ് നമ്മൾ റെയിൽവേ സെക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വില്ലേജേഴ്സിന് ഇതിൻ്റെ മേലെ കയറിയിരിക്കാം. പക്ഷേ ഡാമിൻ്റെ ഉള്ളിലോട്ട് പ്രവേശമില്ലാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളവിടെ താഴെ കുറച്ച് ഇതൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ സീനും കാര്യങ്ങളൊന്നുമില്ല. ആരും നീന്തിയൊന്നും അങ്ങോട്ട് വരില്ല. അപ്പോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മൈൻ കാർട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഒരു മൈൻ കാർട്ട് കയറി കാണിച്ചു തരാം. കയറി അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് മൈൻ കാർട്ട്സ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്നിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അതുപോലെ തന്നെ എല്ലാം ഇത് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ അതൊന്ന് പോയാലും അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ കുറച്ച് മൈൻ കാർട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അപ്പോൾ പോയാലോ. ഓക്കെ, ഇവിടെ ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഗോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും കൊടുക്കാം, അവിടെയും കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. ഓക്കെ, ചെറിയ ഹാങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേറ്റസ്റ്റ് ഇതാണ്. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു റെയിലുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് മൈൻ കാർട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, എല്ലാം കറക്റ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീടെന്ന് പറയുന്നത് കുറച്ച് വലിയൊരു വീടാണ്. എന്താ വെച്ചാൽ നിലയും കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ഈ ഒരു. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കിതാ ഈ ഒരു റെയിൽ കാണിച്ചു തരാം. ഇതാ ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ വീട്. ഒരു എഫ് പോലെ കേട്ടോ. എഫ് തല തിരിച്ചാൽ അങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെ. അത് നമുക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എന്തായാലും ഇവിടെയാണ് ഇതിൻ്റെ എണ്ണി. അവിടെ ആയിട്ട് നമ്മൾ റെഡ് സ്റ്റോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഡോറ് ഓപ്പൺ ചെയ്യാം. നല്ല മഴയാണ്. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ വീട്, എൻ്റെ സ്വർഗ്ഗമാണിത്. ഓക്കെ, ഇനി നമുക്ക് അവിടെ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ ഒന്ന് ഓപ്പൺ ചെയ്താൽ നമുക്കിതാ ഇവിടെ കുറേ ഒരു സാധനം തുറക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ 2 അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഏത് ഫസ്റ്റ് തുറക്കും? ഫസ്റ്റ് തന്നെ എന്നാൽ ബ്രൗൺ തുറക്കാം. ഓക്കെ, ബ്രൗൺ തുറക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ലിവർ നിൽക്കാം. ലിവർ നിൽക്കണ്ട. അപ്പോൾ എല്ലാ വില്ലേജേഴ്സ് ഇങ്ങോട്ട് വരാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡ് വെച്ചിട്ട് ആക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, എന്നിട്ട് നമ്മളിതാ ഇവിടെ രണ്ട് ഹോം അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ, നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. പിന്നെ അവിടെയായിട്ട് ഇത് ഹോം അണ്ടർഗ്രൗണ്ട്, പിന്നെ അവിടെയായിട്ട് ഒറിജിനൽ ലീവിങ് അണ്ടർഗ്രൗണ്ട് ആണ് കേട്ടോ. അത് ലീവിങ് അണ്ടർഗ്രൗണ്ട്. ഓക്കെ, ഇത് താഴോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസും കാത്തിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടൊരു സർപ്രൈസും ഉണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സർപ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലീവിങ് റൂം ഉണ്ട്, പൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ലീവിങ് റൂം ഉണ്ട്, ഒരു TV ഉണ്ട്, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടോ എല്ലാം. അപ്പോൾ അതുകൊണ്ട് 2 സ്വിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു സോഫ വെച്ചിട്ടുണ്ട്. സോഫയിൽ ഒരാൾക്ക് ഇരിക്കാം. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആൾക്കാർക്ക് കിടക്കാനൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കൊടുത്തിട്ടുള്ളത് സ്ലീപ്പിംഗ് റൂം എന്നാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരാൾക്ക് കിടക്കാൻ സെറ്റപ്പ് അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങാം. നല്ല രീതിക്ക് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അത്. ഓക്കെ 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 അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ലോക്കായി. അപ്പോൾ അവിടുന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമുക്ക് മേലോട്ട് കയറാം. അപ്പോൾ നമ്മൾ ഇപ്പം മേലോട്ട് ഒന്ന് കയറാം കേട്ടോ, നമ്മുടെ ആ സ്ഥലത്തോട്ട്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ലാഡർ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ലാഡറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഗൈസ് നിങ്ങളുടെ ആ സർപ്രൈസ് ഇരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഒറിജിനൽ ലീവിങ് റൂം ഉണ്ട്. പിന്നെ നേരെ പോവാ. അപ്പോൾ ഇത്ര മാത്രമല്ലേ ഉള്ളൂ എന്നപ്പോൾ കാണിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങോട്ട് ഇതിൽ കൂടെ താഴോട്ട് പോകണം. അപ്പോൾ താഴോട്ട് പോകണ സമയത്ത് ഇത് നേരെ ഒരു ലോങ് വഴിയുണ്ട്. ഒരു ലോങ് വഴി. അപ്പോൾ അത് കുറച്ച് ലോങ് പോകാനുണ്ട്. കുറച്ച് മീറ്റർ അത്രേ ഉള്ളൂ. ഒരു 5 മീറ്റർ അല്ല, അതിനേക്കാൾ കുറച്ച് കൂടുതലുണ്ടാവും. എന്തായാലും ആ സർപ്രൈസ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ആ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിട്ടുണ്ടോ, ഡാം അണ്ടർഗ്രൗണ്ട്. മേലെ ഡാം അണ്ടർഗ്രൗണ്ട്. നമ്മളെങ്ങനെ നമ്മുടെ ഡാമിൻ്റെ ഓപ്പറേറ്റ്സ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആ ഓപ്പറേറ്റ്സ് ഏരിയ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പിടിപ്പിച്ചത്. ഇത് ഞാൻ ഈ ഫില്ല് ചെയ്യാത്ത ഈ ഒരു ബ്ലാക്ക് ബ്ലോക്സ് ഫില്ല് ചെയ്യുന്നതിന് മുമ്പേ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഫില്ല് ചെയ്തപ്പോൾ അങ്ങനെ വന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഷട്ടേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ. ഇനി എന്താ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ചോദിച്ചാൽ, ഇനി എന്താ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്? അപ്പോൾ ഇത് കൂടെ ആണെങ്കിൽ നമുക്ക് വില്ലേജേഴ്സിൻ്റെ ഒന്നും കാണാണ്ട് നമുക്ക് അത് കൂടെ ആ ഡോറ് കൂടെ അല്ലാണ്ട് നമുക്ക് ഇത് കൂടെ പോവാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വില്ലേജേഴ്സിന് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാനും പറ്റില്ല. അത് വേറൊരിതാണ്. ഫസ്റ്റ് ഞാൻ മൈൻക്രാഫ്റ്റ് കയറ്റിയപ്പോൾ അതിൽ പറ്റിയിരുന്നില്ല. ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ 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 അതാ. പിന്നെന്താ, ഈ റെയിലിൽ ഞാൻ കയറി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് എന്തായാലും ഗോ എന്ന് കൊടുക്കാം. എന്നാൽ ഗോ എടുക്കും. ഗോ. ഓക്കെ, ഗോ. എടാ 2 മൈൻകാർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. 2 മൈൻകാർട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ വീഡിയോ എന്തായാലും കുറച്ച് ലോങ് ഉണ്ടാവും, കാരണം എല്ലാം കാണിച്ചു തരണ്ടേ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലോങ് ഇട്ടിട്ടുള്ള ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ എന്നാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു മൈൻകാർട്ട് പോകുന്നു. ആ മൈൻകാർട്ട് നേരെ പോകുന്നത് നേരെ ഇങ്ങോട്ട് പോയിട്ട് നേരെ അങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് തിരിയുന്നു. അവിടെ ഒരെണ്ണം വീണിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീണിട്ടുണ്ട്. അപ്പോൾ വേറെ ഇതിനൊക്കെ അത് ശല്യമാക്കും. അപ്പോൾ എന്തായാലും നമ്മൾ അതൊന്ന് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എലിമിനേറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊന്നിനെ കയറ്റാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ കയറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു തള്ളു കൊടുത്ത് കഴിഞ്ഞാൽ അവന്മാർ പോയിക്കോളും. അപ്പോൾ എന്തായാലും നമുക്കൊരു തള്ളു കൊടുക്കാം. ഓക്കെ, തള്ളിക്കോ. ഒന്ന് തള്ളി. ഓക്കെ, ഇപ്പം എല്ലാം റെഡിയായി. ഇനി അവർ തന്നാലേ പ്രവർത്തിച്ചോളും. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി വേറെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അവിടെ ഞാൻ ഒരു ഡോറ് ഒരു ദിവസം ചെയ്ത് നോക്കിയാണ്. ഒരു മിത്താണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ലിവറുണ്ട്. ഈ ലിവർ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ 2 ഡോറും ഞാൻ തുറക്കും. അത് ഒരു സിമ്പിൾ സംഭവമാണ്. കുറച്ച് പാട് കിട്ടിയിട്ടുണ്ട് അത് ചെയ്യാനായിട്ട്.
ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. ഇത് ഞാൻ വെറുതെ വർക്ക് ചെയ്യാൻ നോക്കാൻ വേണ്ടി ജസ്റ്റ് ട്രയൽ ചെയ്താണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ എൻജിൻ ഫുൾ വരുന്നത്. മനസ്സിലായോ? ഇതിൻ്റെ ഉള്ളിലാണ് ഫുൾ ഇതിൻ്റെ എൻജിൻ വരുന്നത്. ഓക്കെ, കണ്ടോ? ഇതുപോലെ തന്നെയാണ്. മൊബൈലിലാണ് കഴിച്ചത്. ഞാൻ വിചാരിച്ചു മൊബൈലിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് മൈൻക്രാഫ്റ്റ് ഇതാ കണ്ടോ, ഇവിടെ ഫുള്ള് ഇതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബ്ലോക്ക് ഇതിൽ വെക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബ്ലോക്ക് മാറ്റിയ ഈ ബ്ലോക്ക് വെക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇവിടെ നമ്മുടെ ഇത് ഫിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ വരുന്ന ആ ഒരു പ്രകാശം പോകും. ഇങ്ങനെ വരുമ്പോൾ ആ പ്രകാശം വരും. അങ്ങനെയാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. ബൈ ബൈ.